തൊട്ടടുത്ത് അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പി. വിജയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട്. പി.സി.സി. അധ്യക്ഷന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും എന്നുള്ളതാണ് വിവരം. എതിരില്ലാതെ 5 ബി.ജെ.പി. എം.എൽ.എമാർ ആണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇ.ആർ. രാഗേഷ് തന്നെയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, ഇക്കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല എന്നത് അവിടുത്തെ പി.സി.സിയുടെ വീഴ്ചയായി വിലയിരുത്തപ്പെടേണ്ടി വരുമല്ലോ. ഒപ്പം സംസ്ഥാനങ്ങളുടെ ചുമതല അടക്കം ഹൈക്കമാൻഡ് ഏർപ്പെടുത്തിയിട്ടുള്ള നേതാക്കളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പോരായ്മയായി ഇതിനെ വിലയിരുത്തപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അഭിലാഷ്, ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു അരുണാചൽ പ്രദേശ്. പക്ഷേ 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അരുണാചൽ പ്രദേശും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വേദിയായി. പ്രത്യേകിച്ച് കോൺഗ്രസിലെ എം.എൽ.എമാർ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ പിന്നീട് പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ പ്രദേശ് എന്ന പാർട്ടി ഉണ്ടാക്കുകയും അത് പിന്നീട് തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ അത് ബി.ജെ.പിയുമായി ലയിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് പേമാ ഖണ്ഡു അവിടെ മുഖ്യമന്ത്രിയാകുകയും ചെയ്തു. പഴയ കോൺഗ്രസ് അദ്ദേഹം. അപ്പോൾ അവിടെ ഇപ്പോൾ ബി.ജെ.പി. ആണ് 2016 മുതൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും 41 സീറ്റുകൾ ബി.ജെ.പി. അവിടെ വിജയിച്ചിരുന്നു. പക്ഷേ ഈ വിജയത്തിന് ശേഷവും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും പല എം.എൽ.എമാരും ഈ അടുത്ത കാലത്ത് പോലും കോൺഗ്രസിനടക്കം എം.എൽ.എമാർ അവിടെ ചേരുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇത്തവണ ഏതായാലും 1ാം ഘട്ടത്തിലാണ് അരുണാചൽ പ്രദേശിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2 ലോക്സഭാ സീറ്റുകൾക്കൊപ്പം 60 അംഗ നിയമസഭയിലേക്കും വോട്ടെടുപ്പ് നടക്കുന്നു. ഏതായാലും ഈ 60 അംഗ നിയമസഭയിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന 34 പേർ മാത്രമാണ്. ഏതായാലും പത്രികാ സമർപ്പണം അവസാനിക്കുമ്പോൾ 5 പേർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി കൂട്ടിച്ചേർക്കാനുള്ള വാർത്ത. ഇന്നലെ തന്നെ ഈ വാർത്ത പുറത്തു വന്നതാണ്. മുഖ്യമന്ത്രി പേമാ ഖണ്ഡുവും മറ്റ് 5 എം.എൽ.എമാർ ഉൾപ്പെടെ 6 പേർ എതിരില്ലാതെ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏതായാലും വാർത്തകൾ. ഇതാണ് ഇപ്പോൾ ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തെ അതൃപ്തരാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ബി.ജെ.പിക്ക് ഏകപക്ഷീയമായി ജയം ഒരുക്കുന്ന സാഹചര്യത്തിലേക്ക് അവിടെ കാര്യങ്ങൾ പോകുന്നു. ഇതിന് പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അത്തരമൊരു ആലോചനകളിലേക്ക് വിശദീകരണം അടക്കം ചോദിക്കാനുള്ള ആലോചനകളിലേക്ക് ഹൈക്കമാൻഡ് കടക്കുകയും ചെയ്തിട്ടുള്ളത്. കാരണം ദേശീയ തലത്തിൽ തന്നെ ഒരു തെറ്റായ സന്ദേശം നൽകുന്ന അഭിപ്രായം ഏതായാലും ഈ വിഷയത്തിൽ ഹൈക്കമാൻഡിനുണ്ട്. അഭിലാഷ്, തീർച്ചയായും ഇ.ആർ. രാഗേഷ് സൂചിപ്പിക്കുന്നത് പോലെ ഒരിക്കൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഇടത്താണ് സ്ഥാനാർത്ഥികളെ പോലും മത്സരിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾക്ക് ഇന്നും സാധ്യതയുണ്ട്. 2 പ്രധാന